ഏകാദശി വ്രതമനുഷ്ഠിക്കേണ്ടതെങ്ങനെ? ദശമി, ഏകാദശി, ദ്വാദശി എന്നീ തിഥികൾ വരുന്ന 3 ദിവസങ്ങളിലായി നീണ്ടുകിടക്കുന്നതാണ് ഏകാദശി വ്രതം. 3 തിഥികൾ വരുന്ന പൂർണ്ണ ദിവസങ്ങളിലാണ് ഏകാദശി വ്രതം എടുക്കേണ്ടത്. ഏകാദശിയുടെ തലേന്ന് ദശമി മുതൽ വ്രതം ആരംഭിക്കുന്നു. ദശമിനാൾ ഒരിക്കൽ മാത്രം ആഹാരം കഴിക്കാം. അന്ന് ലളിത ജീവിതം നയിക്കാൻ പ്രകൃതം ശ്രദ്ധിക്കണം. നിലത്ത് കിടന്നുറങ്ങുകയും പാദരക്ഷകളില്ലാതെ നടക്കുന്നതും ഉചിതമാണ്. ഏകാദശിനാൾ സൂര്യോദയത്തിന് മുൻപുണരണം. രാവിലെ കുളികഴിഞ്ഞ് വിളക്കുകൊളുത്തി പ്രാർത്ഥിച്ച ശേഷം വിഷ്ണുക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തണം. കഴിയുന്നതും സ്വന്തം വീട്ടിലെ വിളക്കുകൊളുത്തി പ്രാർത്ഥിച്ച ശേഷം വേണം ക്ഷേത്രദർശനം. ഭഗവാന് 4 പ്രദക്ഷിണമാണ് വേണ്ടത്. തുളസിമാല, തൃക്കൈവെണ്ണ, പാൽപ്പായസം, പുരുഷസൂക്തം, വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം എന്നീ വഴിപാടുകൾ നടത്തുന്നത് ഐശ്വര്യപ്രദമാണ്. അന്നേ ദിവസം ഭഗവത് നാമങ്ങളും കീർത്തനങ്ങളും ജപിക്കുക. വിഷ്ണു സഹസ്രനാമം, ഭഗവദ്ഗീത, നാരായണീയം, ഭാഗവതം എന്നിവ ചൊല്ലുന്നത് ഉത്തമമാണ്. സാധിക്കാത്തവർ അഷ്ടാക്ഷരിയും ദ്വാദശാക്ഷരി മഹാമന്ത്രവും ജപിക്കേണ്ടതാണ്. ഏകാദശിക്ക് മാത്രം വ്രതം നോൽക്കുന്നവരുമുണ്ട്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ദിവസം അരിയാഹാരം ഉപേക്ഷിക്കണം. ഉപവാസമാണ് ഉത്തമം. എന്നാൽ അതിന് സാധിക്കാത്തവർക്ക് പഴങ്ങളും ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണങ്ങളും കഴിക്കാം. കേരളീയർ പൊതുവെ അരിഭക്ഷണമുള്ളവരായതിനാലാണ് അരിയാഹാരം ഉപേക്ഷിക്കണമെന്ന് പറയുന്നത്. തുളസി വെള്ളം മാത്രം കുടിച്ച് ഏകാദശി വ്രതം എടുക്കുന്നവരുമുണ്ട്. ഇത് സാധിക്കാത്തവർക്ക് ഏകാദശി ദിവസം ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം കഴിക്കാം. അതും ഗോതമ്പ് ആയിരിക്കണമെന്ന് മാത്രം. പകലുറക്കം നിശ്ചയമായും ഒഴിവാക്കണം. വ്രതദിനം കലഹം, തർക്കം, വൈരാഗ്യ ചിന്ത, അന്യദ്രോഹ ചിന്ത എന്നിവ നിർബന്ധമായും ഉപേക്ഷിക്കണം. ദ്വാദശി ദിവസവും ഒരു നേരം പകൽ ആഹാരം കഴിക്കാം. ദ്വാദശി ദിനത്തില് പതിവ് പോലെ സൂര്യോദയത്തിന് മുൻപുണരണം. ക്ഷേത്രദർശനവും നടത്തി, കഴിയുമെങ്കിൽ സാധുക്കൾക്ക് അന്നദാനവും നടത്തി വ്രതം അവസാനിപ്പിക്കാനായി ഭക്ഷണം കഴിക്കാം. വ്രതമനുഷ്ഠിക്കുന്നവര് മനസ, വാചാകർമ്മണ ദുഷ്കർമ്മങ്ങളൊന്നും ചെയ്യാന് പാടില്ല. നാമജപം, മൗനം, ധ്യാനം, ഉപവാസം, പൂജ, പുണ്യഗ്രന്ഥപാരായണം, സത്സംഗം എന്നിവ നടത്തുന്നത് വളരെ ഉത്തമം. മാത്രമല്ല ഭൂതദയ, സത്യനിഷ്ഠ, അഹിംസ എന്നിവ പാലിക്കണം. വ്രതനുഷ്ഠിക്കുന്നവര് ഓരോ വ്രതങ്ങൾക്ക് നിശ്ചയിട്ടുള്ള നിഷ്ഠക കൃത്യതയോടെ അനുഷ്ഠിക്കണം. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രമാണ് ഏകാദശി നാൾ ജപിക്കേണ്ട മന്ത്രം.